രാവിലെ തൊട്ടുള്ള വലിയ വാർത്ത എന്ന് പറയുന്നത് ജോസ് കെ മാണി എങ്ങോട്ട് എന്നത് തന്നെയായിരുന്നു. എന്നാൽ ഉച്ചയോടെ ബൈബിൾ വചനങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ജോസ് കെ മാണി പറഞ്ഞു, ഞാൻ ഇടതുപക്ഷത്ത് തന്നെ തുടരും, എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ. സത്യത്തിൽ ജോസ് കെ മാണി പോയെങ്കിലോ എന്നൊക്കെ കരുതി പ്ലാൻ ബി തയ്യാറാക്കി വെച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ആ പ്ലാൻ ബി എന്നത് ജോസ് കെ മാണിയെ മറുകണ്ഠം ചാടിക്കാതിരിക്കാനുള്ള ഒരു വട്ടം പിടിക്കലായിരുന്നു എന്ന് ഇന്ന് ഉച്ചയോടെയാണ് മനസ്സിലായത്. UDFന്റെ വിസ്മയകരമായ നീക്കം എന്നതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ജോസ് കെ മാണി തൽക്കാലം LDFിൽ നിന്നും മാറുന്നില്ല എന്നായി. പക്ഷെ തന്റെ 4 MLA-മാരെ തടഞ്ഞു വെച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു മന്ത്രിയെയും കൂടി കൊത്തിയെടുക്കും എന്നുള്ളതുമൊക്കെ ഒരുപക്ഷെ ജോസ് കെ മാണി ഗതികെട്ട് LDFിനൊപ്പം നിലയുറപ്പിക്കാൻ കാരണമായി. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും അത് ശ്രദ്ധേയമായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. എവിടെയെങ്കിലും ചർച്ച നടക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ്? ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLA-മാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLA-മാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ചെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അത് 80 അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് സ്ഥലങ്ങളിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ആര് പറഞ്ഞു? മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ്. എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? പാർലമെൻ്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഈ നിയമസഭ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ LDF യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരാൾ ചോദിച്ചത് ഏറ്റവും സീനിയറായ ജയകുമാർ ചോദിക്കട്ടെ, എന്തിനാ ചർച്ച നടത്തണം? അല്ല, ഞാൻ പറഞ്ഞു അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തല്ലോ. എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണ്. അപ്പോൾ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJPയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് UDFിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും.
ആ പലയിപ്പാലും കൊടുത്ത് അതിനെ കോടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അനുസരിച്ച് പോകും. മനസ്സിലായി? പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും. സംശയമുണ്ടോ? ഒരു സംശയവും. ഈ വ്യത്യസ്ത അഭിപ്രായമാണോ ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമായത്? വ്യത്യസ്തമായി ഏത് അഭിപ്രായം? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 2 അഭിപ്രായം. അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ? LDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം? പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണതല്ല. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലല്ലോ. പാർട്ടിക്കുള്ളിലകത്ത് ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റമല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെൻറ്റുണ്ട്, ബഡ്ജറ്റുണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് സത്യമാണ്. അതിനെന്താണ്? അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, അത് സംശയമൊന്നുമില്ല. അതെ, അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് വന്നത്. നിങ്ങൾ പറ എവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണ്, എന്നാലല്ലേ എനിക്ക് പറയുന്നത്. നാളെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാൻ ഇല്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഇവിടെ തന്നെയുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഹാപ്പിയാണ്. അല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജോസ് കെ മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ? എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇപ്പോൾ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ. ഈ സഭാ നേതൃത്വത്തിൽ കാരണം എന്തിനാ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ട. ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോയാൽ പോരെ. അല്ല, പുള്ളിയാണോ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്? അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം. ഈ സഭാ നേതൃത്വത്തിന് കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും, സോഷ്യൽ ഇഷ്യൂസ്, ജനകീയ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലായത്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ്. അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ്. ആ ഒരുക്കെ ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു. പോസ്റ്റ് ഇട്ടു. അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി എന്നല്ലേ ഉള്ളൂ. അത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്കുണ്ട്. ഏത്? ഇതല്ലേ പറഞ്ഞു. 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് എഴുതും. അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട്, അത് എഴുതും. കോട്ടയത്തിൻ്റെ പുറത്തല്ല ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു തീരുമാനം എടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാവും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എമ്മിനുണ്ട്, നേതൃത്വമുണ്ട്, എനിക്കുമുണ്ട്.
UDF-ന്റെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, ഭരണം കിട്ടുകയില്ലെന്ന്. അപ്പൊ അതിന്റെ കൂടെ എല്ലാവരും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പം രാഷ്ട്രീയം തിരിച്ചുവിടണം, അതൊക്കെ കാണും. ഒരു കാര്യം, എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഇനി ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉറപ്പാണോ? അത് ചർച്ചയ്ക്ക് വരുമല്ലോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്. മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്, നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കാം. അല്ല, അതിപ്പോൾ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് കൂട്ടി വായിച്ചു? അത് ടോട്ടലേ ഭിന്നശേഷി കമ്മീഷൻ അതിലൊക്കെ ഈ സംയുക്ത അതൃപ്തിയുണ്ട്. അത് കേരളത്തിൽ സമ്മർദ്ദമായി വരുന്നുണ്ടോ സംഘടനകളുടെ ഭാഗത്തുനിന്ന്? അത് ഈ പറയുന്ന ഏതൊക്കെയാ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടികളിൽ അല്ല, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലറായിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ 100 പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ കോടതിയെയും കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷേ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെന്തിനാ അത് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ UDF-ലേക്ക് പോകും? കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കുമോ? ഇവിടെ കൂടുതൽ സീറ്റ് അതെ. അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യുമല്ലോ. അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും. ഏതാ? അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയൊരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇടതുപക്ഷമായിട്ടല്ല പല കാര്യങ്ങളും EWS 10% സംവരണത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റേതാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുനമ്പവുമായുള്ള വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. UDF-ൽ സമയത്ത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് തരുന്ന കാര്യത്തിലടക്കം സോണിയാഗാന്ധി അനുകൂലമായിട്ട് നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ താങ്കളെ കാണണമെന്ന് ഇപ്പോൾ പറഞ്ഞു പോയി കാണും. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്ന ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഈ പറയുന്ന ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തിൽ ഉള്ള ഒരു വിഷയം SIR-ൻ്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. കാണേണ്ടതാണ്, കാണും. അത് ഡിപ്പെൻസ് അപ്പോൺ ദി സബ്ജക്റ്റ്. നിങ്ങൾക്കുണ്ടോ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഏഷ്യാനെറ്റിന് സംശയമുണ്ടോ? അതല്ല, നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവും. നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവില്ല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ എവിടെ മത്സരിക്കണം. അപ്പൊ അങ്ങനെയാട്ടെ. അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ. അപ്പോൾ കാണുന്നതിന് എന്താ കുഴപ്പം? അല്ല, നിലവിലുള്ള MLA-മാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട്. അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ. ഇനി വീണ്ടും സംശയമായിട്ട് വന്നേക്കരുത്. അത് ചോദിച്ചില്ലല്ലോ. ഞാൻ ഓർത്തിരിക്കുക.
അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇതുകൂടെ വേണോ? ഏതെങ്കിലും കാര്യത്തിൽ കമൻറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്. ബിനോയ്